Hi friends, welcome back. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ മടി പിടിച്ചിട്ടാകുമ്പോൾ ബിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ലഞ്ച് എങ്ങനെ ആക്കാൻ കഴിയുമെന്ന് നോക്കാം. ഈ റെസിപ്പി വെജിറ്റേറിയൻസുക്കും പിന്നെ നോൺ വെജിറ്റേറിയൻസുക്കും ട്രൈ ആക്കാൻ കഴിയുന്ന നല്ലൊരു റെസിപ്പി, നല്ല തൃപ്തി തരുന്ന ഒരു സിമ്പിൾ ലഞ്ച്. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചോറാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പൂങ്ങലരി എടുക്കുന്നുള്ളത് മട്ട റൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ റെസിപ്പിയിൽ ഈ പൂങ്ങലരിക്ക് കോമ്പിനേഷൻ ആക്കാൻ കഴിയുന്ന അങ്ങനത്തെ സൈഡ് ഡിഷസും പിന്നെ കറിയും. അപ്പോൾ ഫസ്റ്റ് ഇതിനെ ഒന്ന് കയറ്റെടുക്കുക, നല്ലോണം കയറ്റെടുക്കുക. ഇപ്പോൾ അരി കയറ്റതിന് ഇനി അരിനെ വെള്ളത്തിലേക്ക് ഇടണം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പൂങ്ങലരിനെ റൈസ് കുക്കറിൽ ആക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കയറ്റി വെച്ച ഈ അരിനെ ഇട്ട് കൊടുക്കുക. അരി ഇടുമ്പോൾ സൂക്ഷിക്കണം, നല്ല ചൂടുവെള്ളമായതുകൊണ്ട് കൈക്ക് തിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അരി ഇട്ട് പിന്നെ ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഓപ്ഷണൽ, ചില ആൾക്ക് ഉപ്പ് ഇഷ്ടമുണ്ടാകുന്ന ഒരാൾക്ക് ഉപ്പ് ഇഷ്ടമുണ്ടാകുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഇതിൽ വേകാനായിട്ട് വെക്കുക. അത് തിളക്കുമ്പോഴേക്ക് ബറവിന് റെഡിയാക്കാം. ഞാൻ ബറവിനിയുടെ ക്യാബേജ് ബറവാക്കുന്നുള്ളത്. അതിന് ഒരു ചെറിയ കഷ്ണം ഉള്ളി മതി. അപ്പോൾ ഫസ്റ്റ് ഈ ക്യാബേജിനൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. നിങ്ങൾക്കിപ്പോൾ മുറിക്കാൻ കഷ്ടമുണ്ടെങ്കിൽ സ്ക്രേപ്പർ യൂസ് ആക്കിയിട്ടും സ്ക്രേപ്പാക്കി എടുത്താൽ മതി, പെട്ടെന്ന് പണി കഴിയും. ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഞാൻ ഈ ചോറിന് ഈ റൈസ് കുക്കറിൽ ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. ഇനി ഈ ചോറിനെടുത്തിട്ട് റൈസ് കുക്കറിൽ 1 മണിക്കൂറോളം നമുക്ക് വെക്കാം. ആ 1 മണിക്കൂറിൽ നല്ല പാങ്ങല ചോറ് റെഡിയായിട്ട് കിട്ടും. സൂക്ഷിച്ചിട്ട് എടുത്തിട്ട് വെക്കണം. ഇനി ക്യാബേജിനെ നല്ലോണം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഓരോ പ്ലേസിൽ ക്യാബേജിൻ്റെ ബറവ് ഓരോ ടൈപ്പ് ആക്കുന്നത്. ഞങ്ങളെ പ്ലേസിൽ എങ്ങനെ ആക്കുന്നത് അതുപോലെ കാണിക്കുന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് ആക്കാൻ കഴിയുന്നൊരു ബറവ് ഇത്. ഇപ്പോൾ ക്യാബേജെല്ലാം മുറിച്ചിട്ടായി. ഇനി ഇതിൻ്റെ ഒരു കയറ്റെടുക്കണോ. കവാനായിട്ട് ഇതേ പാത്രത്തിലിട്ടിട്ട് കയറ്റ് ഒരു സീബർ അല്ലെങ്കിൽ കൊലാൻഡറിൽ ഇട്ട് വെക്കണം, ആ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനെ കയറ്റ് ഒരു കൊലാൻഡറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയ ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ച് വെക്കുക. ഞാനിവിടെ ഉള്ളി ഒരു പകുതിയിലും പകുതി ഉള്ളി എടുക്കുന്നുള്ളത്. കുറേ ഉള്ളി ഇതിലിട്ടാൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും ഈ ബറവിന്. അതിനുകൊണ്ട് കുറച്ച് ഉള്ളി എടുത്താൽ മതി, ഇത്ര ഉള്ളി മതി. പിന്നെ നിങ്ങൾക്ക് കാരം എങ്ങനെ വേണോ അതിന് വേണ്ടിയത്ര മുളക് എടുത്താൽ മതി. മുളക് പൊടിയൊന്നും ഇതിൽ ഇടുന്നില്ല, അതിനുകൊണ്ട് പച്ചമുളക് എത്ര വേണോ അത്ര ഇട്ടാൽ മതി. ഞാനിവിടെ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, ഇത്ര ഉള്ളിയും മതി. ഇനി ഇപ്പോൾ ഈ ക്യാബേജ് നല്ലോണം ഡ്രൈ ആയിന്. ഇപ്പോൾ ഇതിലേക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക, മിക്സാക്കിയിട്ട് ഇനി നമുക്ക് ബറവാക്കാം. ബറവിനായിട്ട് ഏത് പാത്രം യൂസ് ആക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണിൻ്റെ അത്ര തേങ്ങ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ആക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര കടു ഇട്ട് കൊടുക്കുക. പിന്നെ കടു കുറേ ഇടാൻ പോണ്ട, ഇട്ടാൽ ബറവിൽ ഫുള്ള് കടു തന്നെ കിട്ടും. കടു പൊട്ടിട്ടാകുമ്പോഴേക്ക് ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് സോട്ടാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മിക്സാക്കി വെച്ചിട്ടുള്ള ക്യാബേജിന് ഇടാം. ഈ പാത്രം ഈ ക്യാബേജിന് മതിയാവും. ഇനി ടെൻഷൻ വേണ്ട ഇതിൽ പിടിക്കോ ഇല്ലേന്ന്. ക്യാബേജ് വേകുമ്പോഴേക്ക് കുറേ അതിൻ്റെ അളവ് കുറേ കുറയും. അപ്പോൾ ഇതിനെ മൂടിയിട്ട് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ കുക്കാക്കിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കിയാൽ മതിയാവാ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് അതിന് ക്യാബേജിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിന്, അതിൻ്റെ വെള്ളമെല്ലാം വിട്ടിട്ട് വന്നിന്.
ഇവിടെ നോക്കറോ വെള്ളമെല്ലാം സൈഡിൽ വിട്ടിട്ട് വന്നിന്. ഇനി ഇതിനെ ചെറുതായിട്ട് മിക്സ് ആക്കാം. താഴെ കടുവും പിന്നെ അതെല്ലാം മുകളിലോട്ട് വരുന്ന പോലെ ചെറുങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ താഴെല്ലാം പോരിപ്പോവും. അപ്പോൾ ചെറുങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ ഒരു അര ടീസ്പൂൺ ഇത്ര ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ടായിട്ട് ഒരു 2-3 മിനിറ്റോളം കുക്കാവാൻ വെക്കണം. ഇപ്പോൾ ഇവിടെ വെള്ളം നല്ലോണം വിട്ടിട്ട് വന്നിന്. ഈ വെള്ളമെല്ലാം ഡ്രൈ ആവണം, അതുവരെ ഇതിനെ കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റോളം കുക്കാവട്ട്. അപ്പോഴേക്ക് കറിക്കുള്ള പ്രിപ്പറേഷൻ റെഡിയാക്കാം. ഇവിടെ ടൊമാറ്റോ കറി ആക്കുന്നതിനായിട്ട് എനിക്ക് ഒരു അര കഷ്ണം ഉള്ളി മതി. ഈ ഉള്ളിനെ ചെറുതായിട്ട് ചോപ്പാക്കിയിട്ട് എടുക്കണം. ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല വലിയ സൈസുള്ള ടൊമാറ്റോ എടുക്കണം. ഇതും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഈ ടൊമാറ്റോ. അപ്പോൾ ഇത് നല്ലോണം ചോപ്പാക്കിയിട്ടായ പിന്നെ ഈ ടൊമാറ്റോനെ ചെറുതായിട്ട് ചോപ്പാക്കിയിട്ട് എടുക്കുക. നല്ല പൗത്ത ടൊമാറ്റോ എടുക്കുന്നത് നല്ലത്. ഞാനിവിടെ ഇപ്പോൾ 2 ടൊമാറ്റോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു 4 ആൾക്ക് തേയുന്ന പോലത്തെ ഒരു കറി. പിന്നെ നിങ്ങൾ കുറേ ആളുണ്ടെങ്കിൽ ഈ ടൊമാറ്റോൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കണം. അതേപോലെ ഈ കറി നല്ലോണം ഗ്രേവി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നുമല്ല, കുറച്ച് വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസി ഇത്. ഇനി പച്ചമുളകും അങ്ങനെ നിങ്ങൾക്ക് എത്ര കാരമാണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ 2 പച്ചമുളക് എടുക്കുന്നില്ല. പിന്നെ എനിക്ക് മുളക് പൊടിയും യൂസ് ആക്കുന്നുണ്ട്. ഈ കച്ചറെല്ലാം ഇടാനായിട്ട് ഒരു പാത്രം, ഇതുപോലത്തെ ഒരു വലിയ പാത്രം എപ്പോഴും അടുത്ത് വെച്ചിട്ട് എല്ലാ വെജിറ്റബിൾസ് മുറിക്കുന്നത് നല്ലത്. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് കച്ചറാവില്ല. അപ്പോൾ വറവ് എന്തായെന്ന് നോക്കാം. വറവ് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിന്. ഇവിടെ കാണുന്ന ഈ വെള്ളമെല്ലാം നല്ലോണം ഒരുക്കോ വറ്റണോ, അതുവരെ ഇതിനെ കുക്കാക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട്, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ശരിക്കും വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇടാണ്ടും ഇത് ആക്കാനാവുക. അപ്പോൾ ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളത്. ഇനി ഒരു വൈറ്റ് കളർ ക്യാബേജ് വറവ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിനെ ഇടാതെ ആക്കിയാൽ മതി. ഇതിലേക്ക് ഇത്രയും വെള്ളം യൂസ് ആക്കിയിട്ടേ ഇല്ല, എന്നാലും നല്ല വെള്ളം ഇതിൽ ഉണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഇതിനെ കുക്കാക്കേണ്ടി വരും. അത് ഫ്ലെയിമിന് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കിയാൽ മതി. പിന്നെ ഇതിനെ ഇനി ക്ലോസ് ആക്കിയിട്ട് കുക്കാക്കാനൊന്നും പോകണ്ട. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റിന്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ 2 പച്ചമുളക് ഇട്ടതുകൊണ്ട് അത്ര തേങ്ങ ഇടുന്നുള്ളൂ. ഇനി നിങ്ങളെ വറവ് കാരം അധികം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അത്ര തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ടായിട്ട് ഒരു 2 മിനിറ്റോളം ഇനിയെ വേപ്പിച്ചാൽ മതി. അപ്പോൾ അത് വേവുമ്പോഴേക്ക് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ കറിയാക്കാൻ ചെയ്യാം. കറിയാക്കാനായിട്ട് ഞാൻ ഇവിടെ മണ്ണിൻ്റെ ചട്ടി യൂസ് ആക്കുന്നതവാ. മറ്റു ചട്ടിയിലും കറി ആക്കാനാവും. പിന്നെ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. മണ്ണിൻ്റെ ചട്ടിയിലാക്കുമ്പോൾ അതൊരു ട്രഡീഷണൽ ടച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാനിത് ആക്കുന്നുള്ളത്. അപ്പോൾ ഇത് ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അത്ര തേങ്ങെണ്ണ ഒഴിക്കണോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഉള്ളിയും ടൊമാറ്റോ എല്ലാം മുറിക്കുന്ന ടൈമിൽ അതിലേക്ക് ഇഞ്ചി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ല. ഇത്രക്കുള്ളൊരു ഇഞ്ചിൻ്റെ കഷ്ണമാണോ അതിനെ ചതച്ചാൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചാൽ മതി. ഈ എണ്ണ ചൂടാവുന്ന നേരത്ത് ഒരിക്കൽ ചോറ് റെഡി ആയിനാന്ന് നോക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിന് ഇപ്പോൾ ചോറ് അതിലിട്ടിട്ട്. അപ്പോൾ ചില അരിക്ക് ബിയ ഉണ്ടാവും, അതിനോണ്ട് ഒന്ന് നോക്കിറ. ചോറിവിടെ ശരിക്കും ബന്ധിട്ടില്ല.
ഒരു 3/4 ഭാഗത്തിൻ്റെ അത്ര ബന്തിന്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റോളം ബന്താൽ ഇത് ശരിയായിട്ട് വേവും. അപ്പോൾ അതുവരെ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവാൻ വെക്കാം. ഇവിടെ ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിന്. ഇനി എണ്ണയിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര കടു ഇട്ട് കൊടുത്തറ. കടു പൊട്ടുമ്പോഴേക്ക് ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തറ. എന്നിട്ട് ഫ്ലെയിമിനെ മീഡിയമിലേക്ക് വെച്ചിടണം. മണ്ണിൻ്റെ ചട്ടയായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ബാറ്റി കൊടുക്കണം. ഇതിനെ ക്ലോസ് ആക്കിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ബാട്ടിയെടുത്താൽ മതി. ടൊമാറ്റോ ഇടുന്ന വരെ ഇതിനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇങ്ങനെ ബാട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി അങ്ങനെ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ ബാട്ടി കൊടുക്കുക. ഇപ്പം മറ്റേ സൈഡിൽ വറവ് റെഡി ആയിന്, അതിനെ മൂടിയിട്ട് വെച്ചിടാം. അപ്പോൾ ഇവിടെ പച്ചമണം മാറിന്. ഇതിലേക്ക് ഇനി മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ എല്ലാത്തിൻ്റെ പച്ചമണം പാങ്ങല മാറിന്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തറ. അതേപോലെ ടൊമാറ്റോ ഇടുമ്പോൾ അതിൻ്റെ ആ വെള്ളമെല്ലാം ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരുക്ക മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയ ഉപ്പും കൂടി ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിടണം. ഉപ്പിട്ടിട്ടായിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി, വേറെ ഏത് മസാലപ്പൊടി ഇതിലേക്ക് ഇടുന്നില്ല. അപ്പോൾ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണിന് 3/4 ടീസ്പൂൺ വരെ ഇട്ടാൽ മതി. ഇനി ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇതിനെ വേപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടിയിട്ട് ഇനി കുറച്ച് നേരം കുക്കാക്കാൻ വെക്കുക. ടൊമാറ്റോ സോഫ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് അതിന് സൈഡായിട്ട് കൂട്ടാനൊരു ചെറിയ സിമ്പിളായൊരു റൈത്താക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിന്. പിന്നെ കുക്കുംബറിൻ്റെ തൊലി പീലാക്കിയിട്ടും ആക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പീലാക്കാതെയും ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് ആക്കാനാവും. അപ്പോൾ ഇത് നല്ലോണം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് യൂസ് ആക്കാനാവുക. അപ്പോൾ ഇത് മുറിച്ചിട്ടായി. ഇനി ഇതിലേക്ക് ഒരു കണ്ടോ ആപ്പിളിൻ്റെ പീസ് ഇടാം. ആപ്പിളിൻ്റെ പീസും അങ്ങനെ ഇതുപോലെ തൊലി കഴിഞ്ഞിട്ട് യൂസ് ആക്കണമെങ്കിൽ തൊലി കഴിഞ്ഞിട്ട് യൂസ് ആക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തൊലി കളിയാണ്ടും യൂസ് ആക്കുക. ഞാനിവിടെ ആപ്പിളിനെ പീലാക്കിയിട്ട് ഇടുന്നുള്ളത്. പിന്നെ ഈ ആപ്പിൾ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്ന റൈത്താക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആപ്പിൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെ യൂസ് ആക്കണവാ. നിങ്ങളുടെ കയ്യിൽ പൊമോഗ്രനേറ്റ് ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കുക. ഞാൻ ഇതിൽ മുന്നേ ഒരു റെസിപ്പി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിന് റൈത്താക്കുന്ന എങ്ങനെയെന്ന് ക്ലിയറായിട്ട് അതിൽ കാണിച്ചിന്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ റെസിപ്പി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിനോടൊക്കെ ചെക്കാക്കി നോക്കണവാ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചെറിയ കണ്ടോ ഉള്ളിയും കൂടി ഇടാം. ഉള്ളി കുറേ ജാസ്തി ഇടണ്ട, ഇട്ടാൽ ടേസ്റ്റ് പോയി പോന്ന്. പിന്നെ ഉള്ളിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ടൊമാറ്റോയും കൂടി ഇടണോ. ഈ ടൊമാറ്റോ ലാസ്റ്റിന് ഇടുന്നത് നല്ലത്. ഫസ്റ്റ് തന്നെ ഇട്ടെങ്കിൽ ഈ റൈത്ത ഫുള്ള് വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ലാസ്റ്റിലേക്ക് ഇടാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം, ഒരു ബൗളിലേക്ക് എല്ലാം എടുത്തിട്ട് ഇടാം. ഇതിനൊന്ന് നല്ലോണം മിക്സാക്കിയിട്ട് ഇതിനെ മാറ്റി വെച്ചിറ. ഇതിലേക്ക് ഇത്രക്കുള്ള കണ്ടോ ടൊമാറ്റോ ഞാൻ ഇടുന്നുള്ളത്. ടൊമാറ്റോ കുറേ വലുത് വേണ്ട, കുറച്ച് മതി. പിന്നെ മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിനെ സ്കിപ്പാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് തൈരിന് ഇട്ട് കൊടുക്കുക. ഞാൻ മുന്നേ കാണിച്ച റെസിപ്പിയിൽ തൈരിനെ ബീട്ടാക്കിയിട്ടായിട്ട് ഇട്ട് കൊടുത്തിനെ. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇത് നല്ലോണം കുറച്ചും കൂടി ബള്ളായിട്ട് വേണോ, അതിനായിട്ട് ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സാക്കാം. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് മിക്സാക്കിയാൽ മതിയാവാ. അപ്പോൾ ഇതിനെ നല്ലോണം മിക്സാക്കിയിട്ട്
ഇനി ഇതിലേക്ക് ഉപ്പിടണോ. പിന്നെ വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് മിക്സ് ആക്കാം. ചാട്ട് മസാല ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. കുറച്ച് ചാട്ട് മസാല ഒരു ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കറോ. പിന്നെ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടായ പിന്നെ ഇതിലേക്ക് ആ മുറിച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ റൈത്ത റെഡി ആയിന്. ഒന്ന് ഉപ്പ് ചെക്കാക്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ആക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളെ റൈത്ത റെഡി. ഇപ്പോൾ ചോറ് ആയിനാന്ന് നോക്കാം. അപ്പോൾ ചോറ് നല്ല പാല കുക്കായിന്. ഇനി ഈ വെള്ളത്തിന് ഒരുക്ക ഊറ്റണോ. അപ്പോൾ ഊറ്റാനായിട്ട് നിങ്ങളുടെ അടുത്ത് സ്ട്രെയിനർ ഉണ്ടെങ്കിൽ സ്ട്രെയിനർ യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ വെള്ളത്തിനെ ഊറ്റിയെടുക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ഞാൻ ആക്കുന്ന പോലെ ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കുമ്പോൾ കൈ നോക്കണോ, ഇല്ലെങ്കിൽ കൈ വെന്ത് പോകാനുള്ള ചാൻസസ് ജാസ്തി. അപ്പോൾ ഫസ്റ്റ് വെള്ളം നല്ലോണം ഊറ്റിയിട്ടായ പിന്നെ നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതിന് വെച്ചിട്ട് രണ്ട് സൈഡിലും രണ്ട് ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇതുപോലെ വെള്ളത്തിന് ഊറ്റിയെടുത്താൽ മതി. ഇങ്ങനെ മറിച്ച് വെക്കുമ്പോൾ തന്നെ കുറേ വെള്ളം പോവും. പിന്നെ ഒരു 2-3 മിനിറ്റ് ആയ പിന്നെ ഒന്നും കൂടി ഇതിനെ നല്ലോണം ചെരിച്ച് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് ചോറിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് കിട്ടുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കി നോക്കണം. വാ, ചോറ് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് പപ്പടം കൂടി പൊരിച്ചെടുത്തറ. പപ്പടം ഏത് ലഞ്ചിനായെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ തന്നെ, പൂങ്ങലേരി ആയാലും പച്ചരി ആയാലും. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ചോറും കറിയും വറവും തയറും പപ്പടവും എല്ലാം റെഡി ആയിന്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കുക. നല്ല സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് എന്നേ പറയാം. ഈ പൂങ്ങലേരി ചോർക്ക് ഈ സൈഡ് ഡിഷായിട്ട് ഇതും പിന്നെ ഈ കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതേപോലെ പച്ചരിക്ക് ഏത് കറിയും വറവും ടേസ്റ്റ് ഉള്ളതെന്ന് ഞാൻ ഇനിയൊക്കെ പോസ്റ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കിയിട്ടായി പിന്നെ നിങ്ങളെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ടവാ, അത് ഫ്രീ. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ റെഡ് ബെൽ ബട്ടണും കൂടി പ്രസ്സാക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. പിന്നെ ലൈക്കും അടിക്കണം, അതേപോലെ ഷെയറും ആക്കണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നേരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.